അഷ്റഫ് കക്കുമ്പടി ഉസ്താദ് അല്ലേ? തിരക്കിലാണോ? യാത്രയിലാണ്. യാത്രയിലാണ്. പിന്നെണ്ടല്ലോ സാർ, ഞാനൊരു ക്ലിപ്പ് കേട്ടു. ഞാൻ മുജാഹിദികൾക്ക് ഇത് അൻസാറാണ്, കാസർഗോഡ്. കാസർഗോഡ് എന്നെ നിങ്ങൾക്ക് അറിയില്ല, വ്യക്തിപരമായിട്ട് അറിയില്ല. ഒരാളെന്ന് നമ്പർ മേടിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വിളിക്കുന്നുള്ളത്. പിന്നെ ഞാൻ മുജാഹിദ് മറ്റേ KNM വിഭാഗത്തിനെതിരെ നിങ്ങളൊരു ഇത് നടത്തിയല്ലോ, സംവാദം. അതില് നിങ്ങളൊരു ആയത്ത് ഓതുന്ന ഞാൻ കേട്ടു, സൂറത്ത് യൂസുഫിലെ ആയത്ത്. ഹലോ, ആയത്ത് കേട്ടോ? മറ്റേ സൂറത്ത് യൂസുഫിലെ ആയത്തുണ്ടല്ലോ, ഇദ്ഹബു ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ മുഖത്തേക്ക് ആ കമീസ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ കുപ്പായം ഇട്ടപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടിയത്. അപ്പോ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുള്ളത്, അതായത് ആ മുഖത്തേക്ക് കമീസ് ഇട്ട സംഭവം. മറ്റൊരു പ്രസംഗത്തിൽ ഉസ്താദ് ജാറം കെട്ടിപ്പൊക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടത്തേക്ക് പടം വിരിക്കാൻ വേണ്ടി ഈ ഒരു ആയത്ത് ഓതിയിട്ടുണ്ടല്ലോ. അതെ, ജാറം കെട്ടിപ്പൊക്കാൻ വേണ്ടി ഓതിയിട്ടുണ്ട്. അപ്പോ അത് ഈ ആയത്ത് അതിന് തെളിവാണ്. അപ്പൊ ജാറം മൂടാൻ വേണ്ടി, ജാറം കെട്ടിപ്പോകുന്നതിന് വേണ്ടി ഞാൻ ഈ ആയത്ത് ഓതിയിട്ടുണ്ട്. അപ്പൊ ഓതാൻ പറ്റുമോ ഈ ആയത്ത്? അതിനെ ഞാൻ ഓതിയിട്ടുണ്ടോ? ജാറം മൂടാൻ വേണ്ടി. നിങ്ങളോട് ഉസ്താദിനോട് ഒരാൾ ചോദിക്കുകയാണ് ഒരു ചോദ്യം, അതായത് ജാറം മൂടാൻ ഇസ്ലാം എങ്ങനെ? ഹലോ, കണ്ടുവരുന്നത് പോലെ മുൻഗാമികൾ ചെയ്തതുപോലെ ചെയ്തു പോരുകയാണോ, അതല്ല ഹദീസുകളിൽ അതിന് വല്ല തെളിവുമുണ്ടോ ജാറം മൂടുക എന്നുള്ള വിഷയത്തിൽ? ജാറം മൂടുക പറഞ്ഞാൽ എന്താ? ജാറത്ത് മൂടലാണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ഇട്ട തുണിയെടുത്ത് നമ്മൾ മൂടലാണോ? ജാറം മൂടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന രീതി, ഒന്നെങ്കിൽ അവിടെ വിരിച്ച തുണി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തലയിലിടും, അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടിട്ട് അവിടെ ഇട്ടിട്ട്, അത്ര ഉദ്ദേശമുള്ളൂ. അവിടെ അത്ര ഉദ്ദേശമുള്ളൂ. മഹാന്മാരുമായി സ്പർശിച്ചത് കൊണ്ട് ബർക്കത്തെടുക്കുക, അത്ര ഉദ്ദേശമുള്ളൂ. അതിനും ഖുർആനിൽ തെളിവിനെ പറഞ്ഞു, ഇദ്ഹബൂ ബിഖമീസി ഹാദാ. ബഹുമാനപ്പെട്ട യൂസുഫിനിവിടെ കുപ്പായം കൊണ്ടിട്ട് ജാറം മൂടി യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. യൂസുഫിനിവിടെ കുപ്പായം കൊണ്ടിട്ട് ജാറം മൂടി യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി.